സൈബർ തട്ടിപ്പിൽ കുടുങ്ങി ഹൈക്കോടതി മുൻ ജഡ്ജിയും. ഓഹരി വിപണിയിൽ വൻതുക ലാഭം വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ ജസ്റ്റിസ് എ ശശിധരൻ നമ്പ്യാർക്ക് 90 ലക്ഷം രൂപയാണ് നഷ്ടമായത്. ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിലൂടെ 850% ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ജഡ്ജിയുടെ പരാതിയിൽ 2 പേർക്കെതിരെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി ജഡ്ജിയെ പരിചയപ്പെട്ട സംഘം കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതി മുതൽ 30 വരെയും പല തവണകളായാണ് പണം തട്ടിയെടുത്തത്. വാട്സപ്പ്, മൊബൈൽ കോളുകൾ എന്നിവയിലൂടെ കഴിഞ്ഞ മാസമാണ് തട്ടിപ്പ് സംഘം ശശിധരൻ നമ്പ്യാരെ ബന്ധപ്പെടുന്നത്. വാട്സപ്പിലൂടെ ബന്ധപ്പെട്ട അയാന, വർഷ സിംഗ് എന്നിവരായിരുന്നു ആദിത്യ ബിർള ഇക്വിറ്റി ലേണിംഗ് ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയത്. പല ഘട്ടങ്ങളിലായി 90 ലക്ഷം രൂപ സംഘം കൈപ്പറ്റി. ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച് 850% ലാഭം നൽകാം എന്നതായിരുന്നു വാഗ്ദാനം. വിവിധ അക്കൗണ്ടുകൾ വഴി ജസ്റ്റിസ് ഇവർക്ക് പണം അയച്ചു നൽകി. ഡിസംബർ 4 മുതൽ 30 വരെയുള്ള കാലയളവിലായിരുന്നു ഇത്. വാഗ്ദാനം ചെയ്ത സമയപരിധി കഴിഞ്ഞിട്ടും ഒരു തുകയും തിരിച്ചു നൽകാത്തതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ട അയാന, വർഷ സിംഗ് എന്നിവരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. ആദിത്യ ബിർള ഗ്രൂപ്പ് എന്ന പ്രമുഖ സ്ഥാപനത്തിന്റെ പേര് വിശ്വാസ്യത നേടാനായി തട്ടിപ്പുകാർ ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. ഹൈക്കോടതി മുൻ ജഡ്ജിയായ എം ശശിധരൻ നമ്പ്യാർ ദേശീയ ഹരിത ട്രിബ്യൂണലിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കുറച്ചുനാൾ മുമ്പാണ് കൊച്ചിയിൽ റിട്ടയർഡ് കോളേജ് പ്രൊഫസറിൽ നിന്ന് സമാനമായ രീതിയിൽ മറ്റൊരു സംഘം കോടികൾ തട്ടിയത്. ഇതിലെ ഇടനിലക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പുതിയ കേസിൽ പോലീസിന്റെ സൈബർ വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.